ഇല്ല, എനിക്ക് മനസ്സിലായില്ല. പണക്കാരെ പോലെ അഭിനയിക്കുന്നു, അങ്ങനെയാണ് ഈ സ്ത്രീകൾ പ്രിയദർശിനി ബസ്സിൽ ഏതെങ്കിലും ഒന്ന് പറയൂ. രണ്ടും അങ്ങ് പറഞ്ഞു. അതായത് നമ്മളത് ഒരു ലോങ് സ്പീച്ചായിരുന്നു. ഞാൻ ഓരോ മിനിറ്റ് എന്താ പറഞ്ഞത് ഇപ്പോൾ ഓർക്കുന്നില്ല. എഴുതി തയ്യാറാക്കിയ പ്രസംഗമല്ല. പലപ്പോഴും പാവപ്പെട്ട ആളുകളാണെങ്കിലും അവർ വെൽ ടു ഡു ആയിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. പണ്ടത്തെ പോലെയല്ല. നമ്മളിപ്പോൾ ഒരാളെ, പാവപ്പെട്ട ഒരാളെ പെട്ടെന്ന് അവരുടെ ഡ്രസ്സ് കൊണ്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ റിയലി പുവർ, അവരിൽ പൈസയൊന്നുമില്ല. കാരണം അവർക്ക് അവരെ സ്വന്തം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ട് വേണം അവർക്ക് ജോലിക്ക് പോകാനായിട്ട്. പ്രത്യേകിച്ചും ഷോപ്പ് കീപ്പേഴ്സ് അല്ലേ. അതേപോലെ തന്നെ ഇപ്പോൾ മറ്റുള്ള ചെറിയ ചെറിയ ജോലികൾക്ക് 10,000 രൂപ 2,000 രൂപയ്ക്കൊക്കെ ഉള്ള 12,000 രൂപയ്ക്കൊക്കെ ഉള്ള ജോലി ചെയ്യുന്നില്ലേ. അവരൊക്കെ നല്ല രീതിയിലാണ് അവരെ സ്വയം പ്രസൻറ്റ് ചെയ്യുന്നത്. അല്ലാത്ത പോലെ പണ്ടത്തെ പോലെ ഒരു മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ടൊന്നും ഇപ്പോൾ ഒരാൾക്ക് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ ഒരേപോലത്തെ 2 ഡ്രസ്സ് ഇട്ടിട്ടുള്ള ആളുകളിൽ അതിലൊരാൾ വളരെ പാവപ്പെട്ട ആളാണ്. അവർക്ക് അവരുടെ സമ്മർദ്ദം കൊണ്ട് അവർക്ക് വായിക്കാൻ പൈസ ഉണ്ടായിട്ടല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ മൊത്തം സ്പിരിറ്റ്, കേരളത്തിൽ ഒരു 35-40% ആളുകൾ അതീവ ദുഃഖം, ഈ സാമ്പത്തികമായിട്ടുള്ള ഡിപ്രൈവേഷൻ, ഇല്ലായ്മകളുള്ളവരാണ്. അവരതിനെ മറികടക്കാൻ പലതരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിശ്രമങ്ങളിൽ ഒരു ഗൗരവമായ ഇടപെടലായിരുന്നു പ്രിയദർശിനി. തള്ളിക്കളയെന്നുള്ള വാക്കിന് ഇനി ഉപയോഗിക്കാതിരിക്കാം. എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിക്കോട്ടെ, അപ്പം അത് ഉണ്ടായിപ്പോയല്ലോ. എന്തോ അല്ല, ഞാനിതിൽ പഠിച്ചൊരു കാര്യം, എല്ലാ ദിവസവും ഒരു ലേണിംഗ് ഡേ ആണല്ലോ. പ്രസംഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ തെറ്റായ പരാമർശവും നടത്തിയിട്ടില്ല. എൻ്റെ ലക്ഷ്യമാണല്ലോ പ്രധാനം. അതിൽ ഞാനിനി ഒരു കാര്യം ലേണിംഗ് ഉണ്ട്. നമ്മൾ പ്രസംഗിക്കുമ്പോൾ വളരെ കൂളായിട്ട് പണ്ടത്തെ പോലെ പ്രസംഗിക്കരുത്. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും CP ജോണിനെ ഇത്രയും വെയിറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇറ്റ്സ് എ ലേണിംഗ് ഫോർ മീ. അതൊരു പഠനമാണത്, എനിക്കൊരു പഠനമാണ്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാം. അല്ല, ഞാൻ പരിഹസിക്കാൻ വേണ്ടി പറയുന്നല്ല. പക്ഷേ ഇപ്പം ഞാൻ നിങ്ങളോട് ഇപ്പോൾ സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന പോലെ പറയാണ്, എന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഞാൻ അങ്ങനെ പറയുമോ, അധിക്ഷേപിക്കുമോ സ്ത്രീകളെ അല്ലെങ്കിൽ തൊഴിലാളികളെ? അപ്പോൾ അത് നിങ്ങൾ ഒരു പരാതി മാത്രമേ എനിക്കുള്ളൂ. ഇത് ആദ്യം കൊടുത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മാധ്യമം അത് കൊടുക്കുന്നതിന് മുമ്പ് എന്നോടൊന്ന് ചോദിക്കാമായിരുന്നു. ചോദിക്കാത്തതുകൊണ്ട് വിരോധമൊന്നുമില്ല. ചോദിക്കാത്തത് ആരാന്ന് എനിക്കറിയാം. അവരോടും പരാതിയില്ല. അവർ വന്നാൽ ഇനി സംസാരിക്കാം. മാധ്യമങ്ങളുടെ അവകാശത്തെ ചോദ്യം ചെയ്യല്ല. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് എടുക്കുകയല്ല, ചെയ്യുമ്പോൾ ഒരു മഹത്തായ ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാം ഡാമേജ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് നോക്കണം. ഞാനത് ഡാമേജ് ചെയ്യാനല്ലല്ലോ ഉദ്ദേശിക്കുക. ഞാനതിനെ പുകഴ്ത്താനല്ലേ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല. അതല്ലേ എൻ്റെ ജോലി. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാൾ അതിനെ താഴ്ത്തി കാണിച്ചു എന്നുള്ള ഒരു പ്രചരണം കൊണ്ട് നാട്ടിൽ ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. അല്ലാതെ എനിക്കതിനോട് പരിഭവമൊന്നുമില്ല. മാധ്യമങ്ങളുടെ അതെ, അതപ്പോൾ അത് ചെയ്യുന്നവർ കുറച്ചും കൂടെ ശ്രദ്ധിച്ചാൽ കൊള്ളാം. പ്രിയദർശിനിയെ ഞാനിപ്പോൾ ഔദ്യോഗികമായിട്ട് പറയാം, പ്രിയദർശിനിയെ ഉയർത്തിപ്പിടിക്കാനാണ് ഈ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. പ്രിയദർശിനിയിൽ കയറുന്ന സ്ത്രീകളുടെ പ്രയാസമാണ് ഞാൻ വിവരിച്ചത്. ആ പ്രയാസങ്ങളിൽ വാസ്തവത്തിൽ പലപ്പോഴും അവർ പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണു നിറയാറുണ്ട്. അത്തരത്തിലുള്ളൊരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അതിൻ്റെ പേരിൽ ഇപ്പോൾ ആർക്കും ഒരു കൺസെഷനൊന്നും എനിക്ക് തരണ്ട. പക്ഷേ ആദ്യമായിട്ട് എൻ്റെ പ്രതികരണത്തെക്കുറിച്ചൊരു വിമർശനം നടത്തുമ്പോൾ അതെന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നല്ലതാകുമായിരുന്നു. ഈ പ്രിയദർശിനി പദ്ധതിയിൽ സാമ്പത്തികമായി കഴിവുള്ളവർ ടിക്കറ്റ് എടുത്ത് തന്നെ സ്ത്രീകൾ യാത്ര ചെയ്യണമെന്നൊരു അഭിപ്രായം അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ കാരണം പറയാം. ഇതൊരു ജെൻഡർ പ്രോഗ്രാമാണ്. തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റഡ് ആയത് ഏറ്റവും പാവപ്പെട്ട ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് അതില്ലാത്തത്? നിങ്ങൾ ചോദിച്ചത് നന്നായി. അത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പല വേദികളിലും ചർച്ച ചെയ്യുമല്ലോ. വേണമെങ്കിൽ അങ്ങനെ പരിമിതപ്പെടുത്താമായിരുന്നു. ഇപ്പോൾ ചില സ്റ്റേറ്റുകളിലാണെങ്കിൽ അവർ എന്ത് കാണിക്കണം? കാർഡ് കാണിക്കണം. ലൈക്ക് നമ്മുടെ ആധാർ കാർഡൊക്കെ കാണിച്ച് മലയാളികൾക്ക് കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്, വേറെ സ്റ്റേറ്റുകാർക്ക്.
നമ്മളെടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ അവർ ആ സ്ത്രീകളുടെ അവകാശം ഉപയോഗിക്കാൻ വേണ്ടി ഓരോ തവണയും ഞാൻ പാവപ്പെട്ട ആളാണ് എന്ന് പ്രൂവ് ചെയ്യേണ്ടി വരരുത്. ഇത് ഞാനെടുത്തൊരു സമീപനമാണ്, അത് ഗവൺമെൻറ്റിൻ്റെ സമീപനമാണ്. അതിൽ എന്തുകൊണ്ട് പലരും വളരെ വിദഗ്ധന്മാരായ ആൾക്കാർ പറയേണ്ടത് നിങ്ങൾക്ക് ഒരു 20% കുറയ്ക്കാൻ പറ്റും, 30% കുറയ്ക്കാൻ പറ്റും. പക്ഷെ അവിടെയും ഞാൻ പാവപ്പെട്ടവരുടെ കൂടെയാണ് നിൽക്കുന്നത്. അവരുടെ ആംഗിളിലാണ് പറയുന്നത്. അവരുടെ ആംഗിൾ എന്താണ്? ഒരു സ്ത്രീ എപ്പോഴും പോയിട്ട് ബസ്സിൽ പോയിട്ട് അയ്യോ ഇത് ഞാൻ പാവപ്പെട്ട സ്ത്രീയാണ്, എനിക്ക് കൺസെഷനുണ്ട്, ഇതെനിക്ക് തരണമേ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ പോലും ഉണ്ടാവരുത്. അല്ലാതെ പണക്കാർക്ക് കൊടുത്തതല്ല. പാവപ്പെട്ടവരാണെന്ന് ഒരു ദിവസം 4 തവണ പറയേണ്ടി വരുന്നൊരു സ്ഥിതി ഉണ്ടാവരുത് എന്നതുകൊണ്ടാണ് യൂണിവേഴ്സലാക്കിയത്. ഇതൊക്കെ ഞാനിപ്പോൾ വീണ്ടും പറയേണ്ടി വരുന്നു എന്നുള്ളത് നമ്മുടെ ഒരു ഓക്യുപ്പേഷണലായ പ്രോബ്ലമാണ്. പക്ഷേ എനിക്ക് ഉള്ള ഒരൊറ്റ പരാതിയേ ഉള്ളൂ. എൻ്റെ പ്രസ്താവനയെക്കുറിച്ച് ഇതിപ്പോൾ ആദ്യമായിട്ട് എല്ലാവരും ഒരുമിച്ചല്ലല്ലോ കൊടുത്തത്. ആദ്യം കൊടുത്തൊരു ചാനലുണ്ടാവുമല്ലോ. ആ ചാനൽ എന്നോടൊന്ന് ചോദിക്കാമായിരുന്നു. അതുകൊണ്ട് പണക്കമൊന്നുമില്ല. അല്ല മിനിസ്റ്റർ